ഹലോ മക്കളെ. അപ്പം മിസ് ഇങ്ങനെ ഇവിടെ വന്ന് നിങ്ങളോട് എന്തൊക്കെയോ പറയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ നിങ്ങളെല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ഈ ബാക്കിലുള്ള ഈ ഒരു കോട്സിലായിരിക്കും അല്ലേ? അപ്പം ഇതിനകത്ത് എന്താ എഴുതി വെച്ചിരിക്കണേ? ദ കീ ടു സക്സസ് ഇസ് ഹാർഡ് വർക്ക് ആൻഡ് ഡിറ്റർമിനേഷൻ. നിങ്ങളറിയും, കുറേ കേട്ടിട്ടുള്ളതാ അല്ലേ? ഇത് ഞങ്ങൾ കുറേ കേട്ടിട്ടുള്ളതാണ്. ഹാർഡ് വർക്ക് ചെയ്താലേ കിട്ടുള്ളൂ, നല്ല പോലെ കഷ്ടപ്പെട്ടാലേ സക്സസ് എന്ന് പറയുന്ന സംഭവം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ 10ാം ക്ലാസ്സിലെ മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സക്സസ് എന്ന് പറയുന്ന ഒരു ഫുൾ A+ ആണ് നിങ്ങൾ എല്ലാവരും എയിം ചെയ്യണം അല്ലേ? അപ്പോൾ അതിനെന്തായാലും ഹാർഡ് വർക്ക് ചെയ്യണം എന്നായിരിക്കും നിങ്ങളെല്ലാവരും വിചാരിക്കണം. ശരിയാണ്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം അല്ലേ? പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ഇപ്പം മിസ്സിന് പറയാനാണെങ്കിൽ ഈ ഹാർഡ് വർക്ക് എന്ന് പറയുന്ന സംഭവം മിസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മിസ്സിൻ്റെ 10ാം ക്ലാസ്സിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് മിസ്സിൻ്റെ 10ാം ക്ലാസ്സിൽ കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല. ആൻഡ് ആ സമയത്ത് നിങ്ങളെപ്പോലൊരു കുഞ്ഞു കുട്ടിയായിരുന്നു മിസ്സും. അങ്ങനെ ഭയങ്കരമായിട്ട് ഇപ്പോഴും വലിയ മോശമൊന്നുമില്ല, ചെറിയ കാര്യങ്ങളിൽ പോലും മിസ്സിന് ഭയങ്കരമായിട്ട് വിഷമമാവുമായിരുന്നു. ആൻഡ് മിസ്സ് ഹാർഡ് വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയൊക്കെ ഉറക്കമൊഴിഞ്ഞിരുന്ന് പഠിക്കാൻ 4 മണി വരെയൊക്കെ മിസ് ഇരുന്ന് പഠിക്കുമായിരുന്നു. ആൻഡ് സ്കൂളിൽ മിസ്സ് ടൈമേ സ്പെൻഡ് ചെയ്യില്ല. സ്കൂൾ 3:30 ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് സ്കൂള്. ഞാൻ ഓടിപ്പോവും വീട്ടിലേക്ക്. എന്നിട്ട് വേഗം പോയിരുന്ന് മുടിയൊക്കെ അഴിച്ചിട്ട് യൂണിഫോമൊക്കെ മാറ്റി ചായയും കുടിച്ചുകൊണ്ട് ഞാൻ ഹോംവർക്ക് ചെയ്യും. എന്നിട്ട് രാത്രി ആകുമ്പോഴേക്കും പഠിക്കാനിരിക്കും. അങ്ങനെ കട്ട ഹാർഡ് വർക്ക് ആയിരുന്നു മിസ്സിൻ്റെ SSLC. പക്ഷേ അതിൻ്റെ റിസൾട്ട് മിസ്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വേറൊരു കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഡിറ്റർമിനേഷൻ. എൻ്റെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് എനിക്ക് സക്സസ് ആയിട്ട് വന്നിട്ടില്ല ആ സമയത്ത്. പക്ഷെ ഞാൻ നല്ല ഡിറ്റർമൈൻഡ് ആയിരുന്നു. ഇത് എനിക്ക് കിട്ടിയില്ല, ഫുൾ A+ മിസ്സിന് കിട്ടിയില്ല, ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ അത് എനിക്കൊരു വിഷമവുമില്ല. കാരണം ഞാൻ പഠിക്കാത്തത് കൊണ്ടല്ല എനിക്ക് ഫുൾ A+ കിട്ടാത്തത്. ഞാൻ എൻ്റെ മാക്സിമം കൊടുത്തിട്ടാണ് ഞാൻ പഠിച്ചത്. പക്ഷെ എനിക്ക് ഫുൾ A+ കിട്ടിയില്ല. കാരണം എന്താ? അതിൻ്റെ കാരണം എന്താണെന്ന് മിസ് പറഞ്ഞുതരാം. പക്ഷേ മിസ് എന്തായിരുന്നു? ഡിറ്റർമൈൻഡ് ആയിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും പഠിക്കണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ളത് മിസ്സിന് ഭയങ്കര ഒരു അതെൻ്റെ അങ്ങനെ ആയിരുന്നു മിസ്. ഞാൻ പിന്നെയും പഠിച്ചു, +1ഉം +2ഉം പഠിച്ചു. എന്നിട്ടും ഞാൻ ഉദ്ദേശിച്ച റിസൾട്ട് എനിക്ക് കിട്ടിയില്ല. അതിനും കാരണങ്ങൾ ഒരുപാടാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക് റീസൺസ് എനിക്ക് മനസ്സിലായത് മിസ് ഒരു ഡിഗ്രിക്ക് എത്തിയപ്പോഴാണ്. മിസ് ഡിഗ്രിക്ക് എത്തിയ സമയത്താണ് എനിക്കൊരു ഫ്രണ്ടിനൊക്കെ കിട്ടി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നു എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. കാരണം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത്രയും കാലം ഞാൻ പഠിച്ചത് എന്ന് പറഞ്ഞാൽ ബൈ ഹാർട്ടിങ് ആയിരുന്നു. ഞാൻ കഷ്ടപ്പെടുമായിരുന്നു. പക്ഷേ ഇത് ബൈ ഹാർട്ടിങ് അല്ല പഠിക്കേണ്ടതെന്ന് മിസ്സിന് അറിയില്ലായിരുന്നു. എങ്ങനെയാണ് പഠിക്കേണ്ട രീതി എന്നുള്ളത് മിസ്സിന് അറിയില്ലായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നൊരു സംഭവം ഉള്ളതുകൊണ്ട് എനിക്ക് ഫുൾ A+ കിട്ടിയില്ല. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു, ഇനി ഞാൻ പഠിക്കില്ല എന്ന് ഞാൻ വിട്ട് കളഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ സമയത്ത് എനിക്ക് ആ പഠിക്കേണ്ട രീതി കൂടി എങ്ങനെയാണെന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ എൻ്റെ ആ ഒരു ഫ്രണ്ടിനെ എനിക്ക് കുറച്ച് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് അയന എന്നാണ്. എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഞാൻ ലൈഫിൽ ഒരിക്കലും വിട്ട് കളയരുതെന്ന് മിസ് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്. അതേപോലെ നിങ്ങളുടെ ലൈഫിലും ഉണ്ടാവില്ലേ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്, എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തരാൻ. അപ്പോൾ ആ ഒരു ഫ്രണ്ടിനെ മിസ്സിന് കുറച്ച് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരും മിസ്സും സ്വപ്നം കണ്ടൊരു കാര്യമായിരുന്നു ഫുൾ A+. മിസ്സാണെങ്കിൽ ട്യൂഷനും പോയിരുന്നില്ല. അപ്പോൾ ട്യൂഷൻ ടീച്ചർ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലായിരുന്നു 10ാം ക്ലാസ്സിൽ. അപ്പോൾ എനിക്ക് ആ ഒരു കാര്യം മിസ്സിന് കുറച്ച് നേരത്തെ കിട്ടായിരുന്നു അല്ലേ? മിസ്സിൻ്റെ ആ ഒരു സ്വപ്നം, നിങ്ങളെല്ലാവരും കാണുന്ന പോലത്തെ ആ ഒരു സ്വപ്നം മിസ്സിനും കിട്ടുമായിരുന്നു. പക്ഷേ എന്താണ്, മിസ്സിന് അറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ മക്കൾ ആരെങ്കിലും അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം നിങ്ങളെല്ലാവരും നമ്മളുടെ എക്സാമിനാൻ്റെ കൂടെ 9th ഇങ്ങനെ പഠിച്ചു വരുന്നത് കൊണ്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തിനാണ് ഈ പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതൊക്കെ പോർഷൻസൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്സൊക്കെ കിട്ടും, നല്ല രീതിയിൽ ഫുൾ A+ എത്താൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ആൻഡ് നിങ്ങളെല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിനർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരില്ല. അത് അങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഫ്രണ്ട് ഇല്ലായിരിക്കാം, ഇങ്ങനെ പറഞ്ഞു തരാൻ നിങ്ങൾക്ക് ആ ഒരു ഫ്രണ്ട് ഇല്ലെങ്കിലും നിങ്ങൾ ആരും വിഷമിക്കേണ്ട മക്കളെ. കാരണം ആ ഒരു വിഷമം അനുഭവിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് മിസ്സ്. അപ്പോൾ മിസ്സ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നമ്മളുടെ എക്സാമിനർ ഫാമിലിയിലാണ്. ആൻഡ് മിസ്സിനെ പോലെ ഒരുപാട് പേര്, അല്ലെങ്കിൽ മിസ്സിനെ പോലെ അല്ലെങ്കിലും നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ ഒന്നും വരരുത് എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ടീച്ചേഴ്സ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ അലക്സ് സാറും അലൻ സാറും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള നമ്മളുടെ SSLC കുട്ടികൾക്ക് ആർക്കും അവർ സ്വപ്നം കണ്ടൊരു ഫുൾ A+ നഷ്ടപ്പെടാൻ പാടില്ല.
അത് നിങ്ങൾക്ക് പഠിക്കാൻ്റെ രീതി അറിയാത്തത് കൊണ്ടോ നല്ല ക്വാളിറ്റി ക്ലാസ്സസ് കിട്ടാത്തത് കൊണ്ടോ നിങ്ങൾക്ക് ആർക്കും നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളുടെ എക്സാമിനറിൻ്റെ ഏറ്റവും വലിയ എയിം, ഏറ്റവും വലിയ സ്വപ്നം. ക്വാളിറ്റി എഡ്യൂക്കേഷൻ എല്ലാ കുട്ടികൾക്കും കിട്ടുക. ആൻഡ് നിങ്ങൾ സ്വപ്നം കാണുന്നല്ല, എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ റൈറ്റാണ്. അപ്പോൾ നിങ്ങൾ സ്വപ്നം കണ്ട ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഏത് വിധേനയും നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ഇല്ല, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല, ഏത് വഴിയിലൂടെയാണ് പോകേണ്ടതെന്ന് അറിയില്ല, ഏത് പോർഷനാണ് ഇമ്പോർട്ടൻ്റ് എന്നറിയില്ല, ഒന്നും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഇതൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞ് എൻ്റെ മക്കളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന ആ ഒരു ഫുൾ A+ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ എക്സാമിനറിൻ്റെ ലക്ഷ്യ ബാച്ച് ഉണ്ട്. ഒട്ടും എന്തെങ്കിലും പേടിയോ ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറ്റി വെച്ചിട്ട് എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം, വേഗം തന്നെ നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ജോയിൻ ചെയ്യാം. കാരണം നമ്മൾ കുറച്ച് നേരത്തെ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയും പറ്റും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ടൈം ടേബിളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾക്ക് താല്പര്യമുള്ളവർക്കാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിൽ 7592092021 മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. നമ്മുടെ ബാച്ചസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. ഓരോ ദിവസവും കുറച്ച് ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടാൽ വേണ്ടി മതി. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവും, നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് ഒന്നുകൂടി സെറ്റാക്കാൻ. പിന്നെ മെൻഡിയൊക്കെ കളിച്ച് നല്ല രസമായിട്ട്. അപ്പോൾ ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സ്മാർട്ട് വർക്ക് ആയിരിക്കും. വളരെ സ്മാർട്ടായിട്ട് ഈസി ആയിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആർക്കും നിങ്ങളുടെ ഒരു ടൈമും, നിങ്ങൾ കളിക്കേണ്ട സമയം, നിങ്ങൾ പാരൻസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ട സമയം ഒന്നും നഷ്ടപ്പെടാതെ കുറച്ച് സമയം ഇരുന്ന് പഠിച്ച് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന ആ ഒരു ഫുൾ A+ എൻ്റെ മക്കൾക്ക് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ നോട്ട്സ് ഒന്നും എഴുതി സമയം കളയാൻ പോലും വയ്യ, അത്രയും നേരം കൂടി കളിക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിലും വിഷമിക്കേണ്ട. പാരൻസിനൊക്കെ അതായിരിക്കില്ലേ ചിലപ്പോൾ ടെൻഷൻ ഉണ്ടാവും, അയ്യോ എൻ്റെ മോൾക്ക് ഫുൾ കളിക്കാനാണല്ലോ താല്പര്യം, അല്ലെങ്കിൽ ഫുട്ബോൾ കണ്ടെങ്കിൽ അവൻ അങ്ങോട്ട് ഓടിപ്പോകുന്നതാണല്ലോ. വിഷമിക്കേണ്ട. നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് നേരം പഠിച്ചാൽ മതി. ആ കുറച്ച് നേരം എല്ലാ ദിവസവും പഠിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ വേണ്ട. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ നോട്ട്സ് എഴുതിയില്ലല്ലോ, ആ ടെൻഷനും വേണ്ട. നമ്മൾ തന്നെ എഴുതിയിട്ടുള്ള നോട്ട്സ് എൻ്റെ മക്കൾക്ക് കിട്ടും. ആൻഡ് അതൊന്നും കൂടാണ്ട് നമ്മുടെ എക്സാമിനറിൻ്റെ ഈ ഫുൾ ബുക്ക് സെറ്റ്, ഇതിനകത്ത് കുഞ്ഞു ഷോർട്ട് നോട്ട്സും ഒരുപാട് ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ട്. അതൊന്നും പോരാഞ്ഞിട്ട് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എല്ലാ സബ്ജക്ട്സിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ വീഡിയോസും ക്ലാസ്സുകളും നോട്ട്സും എല്ലാം എൻ്റെ മക്കൾക്ക് കിട്ടും. പിന്നെ നമ്മൾ എക്സാം ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമുക്കൊരു റിവിഷൻ ബാച്ച് ഉണ്ടാവും അല്ലേ, നമ്മളെ റിവിഷൻ ബാച്ച്. ഈ റിവിഷൻ ബാച്ച് നിങ്ങൾക്ക് നമ്മളുടെ ഈ ഒരു ലക്ഷ്യ ബാച്ചിൻ്റെ കൂടെ ഫ്രീ ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്. അതിന് നിങ്ങൾ എക്സ്ട്രാ പേ ചെയ്യേണ്ട. ഇപ്പം നിങ്ങൾ 3999 നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റിവിഷൻ ബാച്ചിൽ നിങ്ങൾ എക്സ്ട്രാ പൈസ കൊടുക്കണ്ട, ബുക്ക് സെറ്റിന് എക്സ്ട്രാ പൈസ കൊടുക്കണ്ട, ഒന്നും നിങ്ങൾ എക്സ്ട്രാ ചെയ്യേണ്ട. ഒരു കംപ്ലീറ്റ് വർഷത്തേക്ക് എൻ്റെ മക്കൾക്ക് ആകെ ഈ ഒരു ഫീ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പാരൻസിൻ്റെ എല്ലാവരുടെയും ആ ഒരു ഡ്രീം എന്ന് പറയുന്ന ഫുൾ A+ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ടെൻഷൻ അടിക്കേണ്ട, പേടിക്കേണ്ട, ഒന്നിൻ്റെ സമയം കളയേണ്ട, എൻജോയ് ചെയ്യുന്നതൊന്നും കുറയ്ക്കേണ്ട. നല്ലതായിട്ട് എൻജോയ് ചെയ്ത് തന്നെ കളിച്ച് രസിച്ച് തന്നെ ഫുൾ A+ എന്ന് പറയുന്ന ആ ഒരു സ്വപ്നം നമ്മുടെ കുട്ടികൾക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞങ്ങളുണ്ടാവും. ഞങ്ങളുടെ സ്വപ്നം അതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും, കേരളത്തിലെ മക്കൾക്ക് എല്ലാവർക്കും ഫുൾ A+. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്കാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. 7592092021 അല്ലെങ്കിൽ 7591999666. ഏതെങ്കിലും ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്യാം. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, ലക്ഷ്യ എന്ന് പറഞ്ഞിട്ട്. മലയാളം മീഡിയത്തിൽ, ഇംഗ്ലീഷ് മീഡിയത്തിലെ മക്കൾക്ക് നമ്മുടെ ബാച്ചസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്കാണെങ്കിൽ മെസ്സേജ് ചെയ്യാം. അടിപൊളിയായിട്ട് തന്നെ 10ാം ക്ലാസ് പഠിച്ച് ഫുൾ A+ വാങ്ങിക്കും. ഓക്കെ.